Hi dear students, solution of a differential equation എന്നതിലെ രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വെരിഫൈ ദാറ്റ് ദ ഇൻഡിക്കേറ്റഡ് ഫംഗ്ഷൻ ഈസ് എ സൊല്യൂഷൻ ഓഫ് the given differential equation on the interval open interval minus infinity to infinity. അതിൽ ഒന്നാമത്തത് dy by dx equal to x y raised to 1 by 2 y equal to 1 by 16 into x raised to 4. രണ്ടാമത്തെ ക്വസ്റ്റ്യന് y double dash minus 2y dash plus y equal to 0 y equal to x a raised to x. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു 1 by 16 x raised to 4 എന്നത് നമ്മുടെ dy by dx ഈക്വൽ ടു എക്സ് വൈ റേസ് ടു 1 by 2 എന്നതിൻ്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ y എന്നത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ തന്ന വൈയിൽ നിന്നും നമ്മൾ എന്ത് കാണണം? dy by dx കാണണം. എന്നിട്ട് ആ dy by dx എന്നത് എക്സ് വൈ ഇൻറ്റു വൈ റേസ് ടു 1 by 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ y ഈക്വൽ ടു 1 by 16 x റേസ് ടു 4ൽ നിന്നും dy by dx കാണും. ആ dy by dx എന്നത് എക്സ് വൈ റേസ് ടു 1 by 2 ആണെങ്കിൽ നമ്മുടെ y ഈക്വൽ ടു 1 by 16 x റേസ് ടു 4 എന്നതൊരു സൊല്യൂഷനാണ്. അതല്ല കിട്ടിയെങ്കിൽ നമുക്കത് സൊല്യൂഷൻ അല്ല എന്നും പറയാം. ഓക്കെ, y ഈക്വൽ ടു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു 1 by 16 x റേസ് ടു 4. നമുക്ക് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മുടെ 1 by 16 x റേസ് ടു 4 എന്നത് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഡെറിവേറ്റീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്നത് dy by dx is equal to dy by dx is equal to d by dx of 1 by 16 into x raised to 4. ഇവിടെ നോക്കൂ, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ നമുക്കറിയാം. അതായത് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യാം? പുറത്തെടുത്തിട്ട് ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 by 16 പുറത്തെടുക്കാം ഇൻറ്റു d by dx ഓഫ് എക്സ് റേസ് ടു 4. ഇനി എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 4x³ എന്ന് വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 16 നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവാണ് 4x³. ഈ 4ഉം 16ഉം കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? താഴെ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x³ by 4. Therefore dy by dx is equal to x³ by 4 എന്ന് കിട്ടി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? dy by dx equal to എക്സ് വൈ റേസ് ടു 1 by 2 ആണ്. y ഈക്വൽ ടു 1 by 16 x റേസ് ടു 4 ആണ്. അപ്പോൾ dy by dx എന്നത് എക്സ് വൈ റേസ് ടു 1 by 2 കിട്ടിയാലൊരു സൊല്യൂഷനാണെന്ന് പറയാം അല്ലേ? നമുക്കിവിടെ എന്താ കിട്ടിയത്? x³ by 4 ആണ് കിട്ടിയത്. ഇതെന്നത് എക്സ് വൈ റേസ് ടു 1 by 2 ആണോ? ഈ x³ by 4 എന്നത് എക്സ് വൈ റേസ് ടു 1 by 2 ആണോ? നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. x³ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 4 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു നമുക്ക് വൈൻ്റെ ടേമിലേക്കാണ് dy by dx മാറ്റേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. x² ഞാൻ എക്സ് റേസ് ടു 4 by 2 എന്ന് എഴുതി. x² അല്ലേ, 4 by 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അത് x² ആയി മാറും. 4നെ ഞാൻ 16 റേസ് ടു 1 by 2 എന്ന് എഴുതി. കാരണം റൂട്ട് 16 ആണല്ലോ 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 4 by 2 ഡിവൈഡഡ് ബൈ 16 റേസ് ടു 1 by 2 എന്നാണ് കിട്ടിയത്.
ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇതിന് ഞാൻ എക്സ് റൈസ് ടു 4/16 റൈസ് ടു 1/2 എന്ന് എഴുതും. ഇതെന്ത് തന്നെ വരിക? എക്സ് റൈസ് ടു 4/2 അതേപോലെ 16 റൈസ് ടു 1/2 തന്നെയാണ് വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4/16 എന്താ? നമുക്കറിയാം എക്സ് റൈസ് ടു 4/16 എന്താ? വൈ ആണ്. അപ്പോൾ അതിനെ നമുക്ക് വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് വൈ റൈസ് ടു 1/2. ദർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് വൈ റൈസ് ടു 1/2 എന്ന് കിട്ടി. വേർ വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4/16. So y is a solution of dy by dx is equal to xy raised to 1/2. Okay, അപ്പോൾ നിങ്ങൾ എഴുതണം y equal to x raised to 4/16 is a solution of dy by dx equal to xy raised to 1/2. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലാണ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് plus y is equal to 0, y equal to x e raised to x. y equal to x e raised to x എന്നത് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0യുടെ സൊല്യൂഷനാണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് തന്ന ഈ വൈയിൽ നിന്നും നമ്മൾ എന്ത് കാണണം? y ഡബിൾ ഡാഷ് കാണണം, y ഡാഷ് കാണണം. ആൻഡ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഇനി ഇവിടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ, ഈ y എന്നത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ y ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ് എന്നതൊരു സൊല്യൂഷൻ അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. നമുക്കറിയാം y ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വേണം? y ഡാഷ് വേണം, y ഡബിൾ ഡാഷ് വേണം. അപ്പോൾ y ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സിൽ നിന്നും ഞാൻ y ഡാഷ് കാണാണ്. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷന് നമ്മുടെ ഇ റൈസ് ടു എക്സ് എന്നെടുക്കുക. എന്നിട്ട് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആണ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് എന്ന് വന്നു. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി നമുക്ക് വൈ ഡബിൾ ഡാഷ് വേണം. വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുക. അതായത് വൈ ഡാഷ് എന്നത് എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ അതിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഡബിൾ ഡാഷ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് സം റൂൾ ഉപയോഗിക്കാം. സം റൂൾ എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ് എന്ന ഫംഗ്ഷൻ 2 ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്നാൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് റൂൾ ആകുമ്പോൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും ഇ റൈസ് ടു എക്സ് സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുക്കാം. അപ്പോൾ വീണ്ടും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ? അപ്പോൾ ഇത്രയായി. ഇനി എന്തുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സും കൂടെ ഉണ്ട്, പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? 1 ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ,
പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്നത് വീണ്ടും ഇ റേസ് ടു എക്സ് ആയി. ഇപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ടു ഇ റേസ് ടു 2 ടൈംസ് ഇ റേസ് ടു എക്സ്, കാരണം ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും കൂടെ ആഡ് ചെയ്താൽ 2 ടൈംസ് ഇ റേസ് ടു എക്സ്. ഓക്കെ, സോ വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. ദിസ് ഇസ് നമ്പർ 3. അപ്പം നമുക്ക് തന്ന വൈയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? വൈ ഡാഷ് കണ്ടു, വൈ ഡബിൾ ഡാഷ് കണ്ടു. ഇനി ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വൈ ഡബിൾ ഡാഷ് മൈനസ് 2 വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്? വൈ ഡാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്, വൈ ഡബിൾ ഡാഷ് ഉണ്ട്, വൈയെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് വൈ ഡബിൾ ഡാഷ് മൈനസ് 2y dash പ്ലസ് വൈ ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടണം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഡബിൾ ഡാഷ് ഇതാണല്ലോ. നമ്മൾ വൈ ഡബിൾ ഡാഷിന് പകരം എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ് എന്ന് കൊടുത്തു, മൈനസ് 2 ഇൻറ്റു വൈ ഡാഷ് ഉണ്ട് ഇനി. അപ്പോൾ വൈ ഡാഷ് എന്നത് എന്തായിരുന്നു? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്, 2 പ്രകാരം എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. ഇനി എന്താ ഉള്ളത്? പ്ലസ് ഒരു വൈ ഉണ്ട്. അപ്പോൾ വൈ എന്തായിരുന്നു? വൈ എന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? എക്സ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണേ, എങ്കിലാണ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ്, എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ്. ഇവിടുത്തെ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ്. ഇനി അടുത്തതോ ഒരു മൈനസ് ഇവിടെ പുറത്തുണ്ട്, മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇനിയോ പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ്. അത് നോക്കൂ, 2 ഇ റേസ് ടു എക്സും മൈനസ് 2 ഇ റേസ് ടു എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് എന്നായി. കൂടാതെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 2x ഇ റേസ് ടു എക്സ് ഉണ്ട്, 2x ഇ റേസ് ടു എക്സ്. അപ്പോൾ നോക്കൂ, 2x ഇ റേസ് ടു എക്സിൽ നിന്നും 2x ഇ റേസ് ടു എക്സ് കുറച്ചാൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു? വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് വൈ എന്നായിരുന്നു. അതെന്താണെന്ന് കിട്ടുക നമുക്ക്? ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമുക്ക് തന്ന y ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് എന്നത് വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെർഫോർ y ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് is a solution of y double dash minus 2y dash plus y equal to 0. അപ്പോൾ സൊല്യൂഷൻ ആണ് എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ നമുക്ക് തന്ന ആ y എന്നത് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.